ഒരു കവലയിൽ വെച്ച് നാദസ്വര കച്ചേരി നടത്താൻ ശ്രമിച്ചവരെ നാട്ടുകാർ ഒന്ന് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. കച്ചേരി അപ്പോൾ മനോഹരമായി. ആൾക്കാരെ ഉറക്കൂല ഇവിടെ കിടത്തിയൊന്നും. അല്ല ഇപ്പൊ വായിച്ചത് പാട്ടാണ്. രാഗം 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 രോഗം അല്ലടാ രാഗം. അതെ ഈ രാഗമൊന്നും വേണ്ട, പിന്നെ രാഗം വായിക്കണ്ട. അതെ ഡപ്പാങ്കുത്തി വായിച്ച ഡാൻസ് ചെയ്യാൻ പറ്റിയ ഡാൻസ് ചെയ്യാൻ പറ്റും. അടിപൊളിയാ ഡപ്പാങ്കുത്തി. ഇന്ന് ദൂരദർശന്റെ കാലഘട്ടമാണ്. ടെലിവിഷൻ വന്നതോടെ റേഡിയോ പിന്തള്ളപ്പെട്ടു എന്ന് വേണം പറയാൻ. ദൂരദർശൻ പരിപാടികൾ കാണാത്തവരാരും തന്നെ ഇല്ല. നല്ലതായാലും ചീത്തയായാലും ദൂരദർശൻ പരിപാടികൾ കണ്ടതിന് ശേഷം ജനങ്ങൾ കത്തുകളിലൂടെ ചില പ്രതികരണം നടത്താറുണ്ട്. ആ കത്തുകളിൽ ദൂരദർശന് വലിയ കുഴപ്പമൊന്നും വരാത്ത ഏതാനും നല്ല കത്തുകൾ നോക്കി തിരഞ്ഞെടുത്ത് അത് ജനങ്ങളുടെ മുന്നിൽ വായിക്കുന്നൊരു പരിപാടിയുണ്ട്. അതിനവർ കൊടുത്തിരിക്കുന്ന പേരും പ്രതികരണം എന്നാണ്. പ്രതികരണം പരിപാടിയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. മാന്യ പ്രേക്ഷകർക്ക് പ്രതികരണം പരിപാടിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 17-ാം തീയതി കോഴിക്കോട് സലീമയും സംഘവും അവതരിപ്പിച്ച ഒപ്പന പരിപാടി അതിമനോഹരമായിരുന്നു. അത് പുനഃസംപ്രേഷണം ചെയ്തുകൂടെ? അതാരാണ് കത്തെഴുതിയിരിക്കുന്നത്? ഒപ്പന അവതരിപ്പിച്ച ഒപ്പന സലീമയുടെ ഉമ്മ, ബാപ്പ, കൊച്ചാമ്മ, കൊച്ചാപ്പ, എളീമ, എളയപ്പ തുടങ്ങിയവരും കുടുംബാംഗങ്ങളുമാണ്. അല്ല സലീമേ, അവരെയൊക്കെ വീട്ടിൽ വിളിച്ച് വീട്ടിൽ തന്നെ ഒന്നുകൂടി അവിടെ അവതരിപ്പിച്ചാൽ പോരെ? നാട്ടുകാരെ വെറുതെ എന്തിനാ ഇനിയും ബുദ്ധിമുട്ടിക്കണത്? കഴിഞ്ഞ ആഴ്ചത്തെ ആരോഗ്യവേദിയിൽ കൊതുക് നിവാരണത്തിന് സാധാരണക്കാർക്ക് വേണ്ടി നിർദ്ദേശിച്ച ആ പരിപാടി ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. അത് പുനഃസംപ്രേഷണം ചെയ്തുകൂടെ? ആർക്ക് വേണ്ടിയിട്ടാണത്? കോർപ്പറേഷൻ അതിർത്തിയിലുള്ളവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി സംപ്രേഷണം ചെയ്തുകൂടെ? ശരിയാണ്. ആ കത്ത് ഞങ്ങൾ പരിഗണിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരു പ്രാവശ്യം കൂടി അത് സംപ്രേഷണം ചെയ്യാം. മലയാളം സീരിയലുകളെല്ലാം തന്നെ നിലവാരം വളരെ കുറഞ്ഞവയാണ്. അത് മലയാളികൾക്ക് തന്നെ അപമാനകരമാണ്. ഇത്തരം വൃത്തികെട്ട സീരിയലുകൾ ഇനിയെങ്കിലും അവതരിപ്പിക്കാതിരുന്നു കൂടെ? മനസ്സില്ല. മലയാള സീരിയൽ നന്നാക്കാന്ന് ഏതെങ്കിലും മലയാളി വിചാരിക്കുന്നുണ്ടെങ്കിൽ ദൂരദർശന്റെ കാര്യത്തിൽ നടപ്പില്ല. സൗകര്യം വേണ്ടി കണ്ടാൽ മതി, അല്ലെങ്കിൽ TV ഓഫ് ചെയ്തോ. അച്ഛൻ എന്താണ് കഴിഞ്ഞ ആഴ്ച വീട്ടിൽ വരാതിരുന്നത്? പാല് കാരനും പലചരക്ക് കാരനും പേപ്പർ കാരനും പല പ്രാവശ്യം അച്ഛനെ അന്വേഷിച്ച് വീട്ടിൽ വന്നിരുന്നു. ഇനി അവധി പറയാൻ പറ്റില്ല എന്നാണ് അവര് പറയുന്നത്. അച്ഛന്റെ മറുപടിക്കായി ഞാനും അമ്മയും ടിവിയുടെ മുൻപിൽ കാത്തിരിക്കുന്നു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് മീരാമൂലിന്റെ കത്താണ്. സോറി ഏട്ടാ, അറിയാതെ വായിച്ചു. അടുത്ത കത്ത് വായിച്ചോ? ദൂരദർശൻ പരിപാടികളിൽ അശ്ലീലത്തിന്റെ ലാഞ്ചന പോലും പാടില്ല എന്നാണല്ലോ നിയമം. അതെ അതെ. എന്നാൽ ദൂരദർശന്റെ തന്നെ മതിലുകൾ എന്ന ചിത്രത്തിൽ ഉണ്ടായിരുന്ന അശ്ലീല വാക്കുകൾ കുടുംബസമേതം ഇരുന്ന് ഞങ്ങൾ സഹിക്കേണ്ടി വന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്നേ പറയാനുള്ളൂ, മുത്തച്ഛന് പെരപ്പുറത്തും കിടക്കാം, അത്ര തന്നെ. ഈ കത്ത് വായിക്കും. കഴിഞ്ഞ ആഴ്ചത്തെ പ്രതികരണം പരിപാടിയിൽ പ്രതികരണം ചേച്ചി ഉടുത്തിരുന്ന സാരി അതിമനോഹരമായിരുന്നു. അത് കാഞ്ചിപുരോ, ബനാറസോ, സേലോ, പത്തനാപുരോ, പത്തനംതിട്ടെ, ഇതിലേതാണ്? നല്ല സ്റ്റഫും നല്ല കളറുമായിരുന്നു.
ഇത്രയധികം നല്ല സാരികൾ ചേച്ചിക്ക് ആരാണ് സെലക്ട് ചെയ്തു തരുന്നത്? സെലക്ഷൻ കുഴപ്പമില്ലെന്ന് മനസ്സിലായില്ലേ? അല്ലെങ്കിൽ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. സാരി എടുത്തപ്പോ ചുമ്മാ അറിയാം. എന്ത് ഭംഗിയായിരുന്നു. പിന്നെ പ്രതികരണ പരിപാടി അവസാനിച്ചു. പ്രതികരണ പരിപാടിയിലേക്കുള്ള കത്തുകൾ: ഡയറക്ടർ, പ്രതികരണം, ദൂരദർശൻ 000000. ഒരിക്കൽ കൂടി വിലാസം പറയുന്നു. ഡയറക്ടർ, ദൂരദർശൻ 000000. ഒരു 0 കൂടി 0. എന്തൊരു കഷ്ടം നോക്കി. എനിക്ക് ഭയങ്കര പേടിയാ. ഞാൻ പറഞ്ഞില്ല ഇവനെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടണ്ട, കൊണ്ടുവരണ്ടെന്ന്. നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചോ? ഒന്നും പറ്റൂല. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എന്റെ കൂടെ വേണം. എനിക്കതല്ല പേടി. ഇനിയിപ്പോ ഇവിടെ ആരെങ്കിലും വന്ന് നമുക്ക് നേരെ കത്തി കാട്ടി എന്ത് ചെയ്യും? നമ്മൾ വേണ്ടെന്ന് പറയും. വല്ലവരകത്ത് നമുക്ക് എന്തിനാണ്? അതല്ല, കൊള്ളക്കാരൻ്റെ ഇവിടേക്കാ. അയ്യോ എന്റെ നടക്ക്. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും എന്റെ കൂടെ വേണോട്ടാ. എനിക്ക് ഭയങ്കര പേടിയാ. നിങ്ങളില്ലാതെ എനിക്ക് ഒന്നും പറ്റൂല. നിങ്ങൾ എന്നെ ഇട്ടിട്ട് എങ്ങും പോവില്ലേട്ടാ. ഓ വന്നാ മാറ്. ഈ കല്യാണം കഴിച്ചത് വലിയ കഷ്ടമായിരുന്നു. എന്താ? കല്യാണം കഴിച്ചപ്പോ തന്നെ പെണ്ണുമ്പോൾ പറഞ്ഞു അവക്ക് ഹണിമൂണിന് പോകണം. എത്ര രൂപ എന്റെ പോയെന്നറിയോ? ഊട്ടി, കൊടൈക്കനാൽ, എവിടേക്ക് കൊണ്ടുപോയെന്നറിയോ? 10-50,000 രൂപ ചെലവായി. 50,000. നിനക്ക് ഹണിമൂണിന് പോയപ്പോ 50,000 രൂപ ചെലവായല്ലേ? എടാ, എനിക്ക് ഹണിമൂണിന് പോയപ്പോ എത്ര രൂപ ചെലവായെന്നറിയോ? രൂപ 75,000 എന്റെ പോക്കറ്റിൽ നിന്ന് പോയത്. അതൊക്കെ നിങ്ങൾ മണ്ടന്മാരാണപ്പാ. നിനക്ക് എത്ര രൂപ ചെലവായത്? 75,000. നിന്റെ ഹണിമൂൺ എത്ര ചെലവായി? 50,000. അതൊക്കെ എന്റെ ഹണിമൂൺ. എന്റെ ഹണിമൂണിന് 10 പൈസ ചെലവായിട്ടില്ല. അതെന്താ നീ ഹണിമൂണിന് പോയില്ലേ? പോയി. നിങ്ങൾ പോയേക്കാളും കൂടുതൽ സ്ഥലങ്ങളിൽ ഹണിമൂണിന് പോയി. അതെങ്ങനെ? എങ്ങനെയാണ്? എടാ, എന്റെ ഭാര്യനെ അപ്പുറത്തെ വീട്ടിലെ കുമാരന്റെ കൂടെ ഹണിമൂണിന് വിട്ട് എന്റെ ദൈവം 1 മാസം കഴിഞ്ഞ തിരിച്ചു വന്നു. ഇപ്പൊ കുമാരൻ പിച്ചച്ചട്ടി എടുത്തോണ്ട് കിടക്കണ എന്ത് രസമാണ്. അയ്യോ പോവല്ലേ, നിങ്ങളില്ലാതെ എനിക്കൊന്നും പറ്റൂല. എന്താ നീ ഒറ്റൊരുത്തൻ കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. എടാ, നമ്മുടെ കൂടെ കളിച്ചു വളർന്നവല്ലടാ അവൻ. നമ്മൾ ഇല്ലാത്ത കാശ് കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ ഗൾഫിൽ വന്നത്. അപ്പൊ നിന്റെ ഒറ്റൊരുത്തന്റെ നിർബന്ധം കാരണം അവനോട് കൂടി. എടാ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കൂടെ കളിച്ചു വളർന്ന അവനെ കൊണ്ടുവന്നിട്ട് മോശം കളിച്ചു വളർന്ന അവൻ നമ്മുടെ കൊലക്ക്. എന്നെ ഇട്ടിട്ട് പോവല്ലേട്ടാ. നിങ്ങൾ രണ്ടുപേരില്ലെങ്കിൽ എനിക്ക് പറ്റൂല. എനിക്ക് ഭയങ്കര പേടിയാ. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് മൂത്രം ഒഴിക്കാം. പോയി ഒഴിച്ചോ, അവിടെ ഒഴിച്ചോ. നിങ്ങളും വാ. ഞങ്ങൾക്ക് ഒഴിക്കണ്ട. നിങ്ങൾ ഒഴിച്ചാലേ എനിക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങളില്ലാതെ എനിക്ക് ഒന്നിനും പറ്റൂല. നിങ്ങൾ വാ. നാശം. എന്താടാ? ആ കാണുന്ന മല കണ്ടോ? ആ മലയിൽ വലിയൊരു ഭൂതമുണ്ട്. ആ ഭൂതത്തിനെ കാണിച്ചു തരാന്നും പറഞ്ഞ് നമ്മൾ അവനെ വിളിച്ചുകൊണ്ട് അവിടെ പോകുന്നു. എങ്ങനെ? എന്നിട്ട് അവൻ അവിടെ ഉപേക്ഷിച്ച് നമുക്ക് കടന്നു കളയാം. അതാണ് ഐഡിയ. അടിപൊളി. നമ്മളെ കൂടെ പോണത് മലയിലേക്ക്. മലയോ? എന്ത് രസമല്ലേ. ഇതാണ് ഭൂതത്തമല. അയ്യോ, എനിക്ക് പേടിയാ. നിങ്ങൾ രണ്ടുപേരും എന്നെ വിട്ടിട്ട് പോവരുത്. ഇല്ല. ഇവിടെ നിന്ന് കണ്ണടച്ച് ഓം ഹ്രീം ഭൂതമേ, ഓം ഹ്രീം ഭൂതമേ എന്ന് വിളിച്ചാൽ നമ്മുടെ മുമ്പിൽ ഭൂതം വരും. കണ്ണടക്കണം. കണ്ണടക്കി. നിങ്ങൾ രണ്ടുപേരും കണ്ണടച്ചാ? അടച്ചു. എന്നെ പറ്റിച്ചിട്ട് ഓടില്ലേട്ടാ. ഇല്ല. പറഞ്ഞോ. കണ്ണടച്ചോ. ഓം ഹ്രീം ഭൂതമേ, 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 അതാരാത്? ഭൂതം സിനിമാറ്റിക് ഡാൻസ് കളിക്കണത്. തമാശ പറഞ്ഞ കാര്യമാടാ. ഭൂതം വന്നേക്കണ്. കുട്ടികളെ, നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടത്? വേണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ഓരോ വരം വെച്ച് തരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം സാധിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഓരോ വരം തിരഞ്ഞെടുക്കൂ. ആദ്യത്തെ വരം ഞാൻ ചോദിക്കാം. എന്റെ പൊന്നു ഭൂതമേ, ദൈവന്റെ കൂടെ നടന്ന് ഞാൻ മടുത്ത്. എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി, എന്നെ എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ അയക്കണോ എന്റെ പൊന്നു ഭൂതമേ. നിന്റെ ആഗ്രഹം പോലെ നീ എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ എത്തട്ടെ. അവന് വരം കിട്ടി. എന്റെ പൊന്നു ഭൂതമേ, ഈ പണ്ടാരത്തിന്റെ കൂടെ എന്ന് ഞങ്ങൾ കൂടിയോ അന്ന് മുതൽ ഞങ്ങളുടെ കഷ്ടകാലം തുടങ്ങി. അതുകൊണ്ട് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ
ആ ലണ്ടനിലേക്ക് എന്നെ ഒന്ന് എത്തിച്ചേരൂ. ലണ്ടൻ നിന്റെ ജീവിതാഭിലാഷമായ ലണ്ടനിലേക്ക് ഇതാ നീ എത്തിക്കഴിഞ്ഞു. നിനക്ക് നിന്റെ കൂട്ടുകാരെ പോലെ അമേരിക്കയിലേക്കോ ലണ്ടനിലേക്കോ എവിടെയാണ് പോകേണ്ടത്? വേഗം ചോദിക്കൂ, നമുക്ക് പോകാൻ സമയമായി. എന്റെ പൊന്നു ഭൂതമേ, എനിക്ക് അവന്മാരെ പോലെ അമേരിക്കയിലും ലണ്ടനിലും ഒന്നും പോവണ്ട. അവർ രണ്ടുപേരും ഇല്ലാതെ എനിക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂല. അവർ രണ്ടുപേരും എനിക്ക് ഇപ്പൊ ഇവിടെ കൊണ്ട താ ഭൂതമേ. തിരിച്ചു കൊണ്ടുവന്നു. ഞെട്ടിക്കുന്ന വാർത്ത, സർക്കാർ ഓഫീസിന് തീ വെച്ചു. ഇന്നത്തെ വാർത്ത പോലീസ് ജീപ്പ് കത്തിച്ചു. നടക്കുന്ന വാർത്ത, ആരാധനാലയത്തിന് നേരെ ബോംബേറ്. നിങ്ങൾ നശിപ്പിക്കുന്ന പൊതുമുതൽ നിങ്ങളുടേതാണെന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം. നമ്മുടെ സ്വന്തം ഭവനത്തിലെ വൈദ്യുതിയും വെള്ളവും നാം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ പൊതുമുതൽ നാം കാത്തു സൂക്ഷിക്കാറുണ്ടോ? നമ്മുടെ ഭവനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് പോലെ നമ്മുടെ പൊതുസ്ഥാപനങ്ങളും പൊതുനിരത്തുകളും നാം വൃത്തിയായി സൂക്ഷിക്കാറുണ്ടോ? പൊതുമുതലുകൾ നമ്മുടെ സ്വന്തമാണെന്ന് ചിന്തിച്ചു തുടങ്ങുന്ന കാലത്ത് മാത്രമേ നമ്മുടെ ഭാരതം മറ്റു രാജ്യങ്ങളെ പോലെ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് കുതിക്കുകയുള്ളൂ. നാം എന്നും ജയ് വിളിക്കേണ്ടത് രാഷ്ട്രീയ ലാഭത്തിനോ വർഗീയ ശക്തിക്കോ വേണ്ടിയല്ല, നമ്മുടെ ഭാരതത്തിനു വേണ്ടി, നാം ജനിച്ചു വീണ ഈ മണ്ണിനു വേണ്ടി, നമ്മുടെ ജന്മനാടിനു വേണ്ടി. ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി, ജയ 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 ജന്മഭൂമി, ജയ 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 ഭാരതഭൂമി. ആകാശഗംഗയൊഴുകി വന്ന ഭൂമി, ആകാശഗംഗയൊഴുകി വന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃത തന്ന ഭൂമി, ശ്രീകൃഷ്ണ ഗീതയമൃത തന്ന ഭൂമി, വേദാന്ത സാര വിഹാര പുണ്യഭൂമി, വേദാന്ത സാര വിഹാര പുണ്യഭൂമി, ഭാസുരഭൂമി ഭാരതഭൂമി, ഭാസുരഭൂമി ഭാരതഭൂമി. ഇപ്പൊ പറഞ്ഞതൊന്നും നമ്മുടെ നാട്ടിൽ നടക്കുന്ന എനിക്ക് തോന്നണില്ല. നമ്മുടെ നാട്ടിൽ ഒരുത്തൻ എവിടെയെങ്കിലും കയറുന്ന രണ്ട് വർത്താനം പറഞ്ഞാ പിന്നെ അവന് വേണ്ടി ജയ് വിളിക്കാൻ എന്തോരോ ആൾക്കാരാ. പിന്നെ അവൻ നേതാവായി മന്ത്രിയായി എന്തിനു കൂടുതൽ പറയണ്, പിന്നെ മുഴുവൻ അവന്റെ തോന്നിയാസ. കണ്ണിൽ കാണുന്നവനൊക്കെ നേതാവായി നടിക്കൂ, നാടാകെ ഓടു നേടി കതറിക്ക് വിലസും, വിടാതെ പുറകെ നടന്ന് നാടാകെ വോട്ടിന് രണ്ടും കസേരയിൽ കയറിയിരുന്ന് ഭാരതം കട്ടുപിടിക്കൂ. കണ്ണിൽ കാണുന്നവനൊക്കെ നേതാവായി നടിക്കൂ, നാടാകെ വോട്ട് തേടി കതറിട്ട് വിലസും. ഇത് മാത്രമല്ല, പണ്ട് ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി എന്നൊക്കെ പലരും പറഞ്ഞു നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മുടെ പെണ്ണുങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്നാ ദേ കണ്ടു നോക്ക്. നാരി നാരി നേരിൽ കണ്ടാൽ പോര്, സാരിയും ചുറ്റി പോകണ കണ്ടാൽ ചേല്, നാരി നാരി നേരിൽ കണ്ടാൽ പോര്, സാരിയും ചുറ്റി പോകണ കണ്ടാൽ ചേല്. പണ്ടത്തെ പോലല്ല അവളുടെ കോലം മാറിപ്പോയി, ഒരു തുണ്ട് തുണി ഉടുത്തവൾ ഫാഷൻ ഷോ കാട്ടി, കോളേജിൽ പോകണ പേരിൽ ചുറ്റിയടിക്കുന്നു, ഒരു നാളിൽ ഇവരുടെ ഫോട്ടോ നാട്ടാർ കാണുന്നു, ബാലികയുടെ ഫ്രണ്ട് പേജിൽ കാണാം പലമാതിരി പോസിൽ നിൽക്കുന്നു. നാരി നാരി നാറി നാറി അവളുടെ ഫാമിലി നാറി, കാലം മാറി അവൾ സൂപ്പർ സ്റ്റാറായി മാറി. എടോ
നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കാനുള്ള കാരണമേ നമ്മുടെ പോലീസ് വകുപ്പ് നിഷ്ക്രിയമായതുകൊണ്ടാ. ആര് പറഞ്ഞു നമ്മുടെ പോലീസ് നിഷ്ക്രിയരാണെന്ന്? എടോ, കേരള പോലീസ് അത്രയ്ക്ക് മോശക്കാരൊന്നുമല്ല. നമ്മുടെ പോലീസ് എന്ന് പറഞ്ഞ അതൊരു ഒന്നൊന്നര പോലീസാ. പടച്ചോനെ, നീ എന്താണ് പുള്ളി ഇവിടെ നിൽക്കുന്നത്? എനിക്കൊരു 35 പേരെ വിളിക്കാനുണ്ട്. പടച്ചോനെ, 35 പേരെ ഈ ഒരു ഒറ്റ നമ്പറിൽ നീ എങ്ങനെയാണ് വിളിക്കുന്നത്? എന്റെ പൊന്നിക്ക, അതിന് ഒരു നമ്പർ മാത്രം മതിന്ന്. ഈ ഒരു നമ്പറും കൊണ്ട് നീ എങ്ങനെയാണ് 35 പേരെ വിളിക്കുന്നത്? എന്റെ പൊന്നിക്ക, ഇത് ലേഡീസ് ഹോസ്റ്റലിലെ നമ്പറാ. ഇതിൽ വിളിച്ചാലേ 35 കിളി പോലത്തെ പെണ്ണുങ്ങൾ എന്റെ വലയിലാ. ഈ സാധനം വന്നേ പിന്നെയാണ് ഈ നാട്ടില് പീഡനം, ഗുണ്ടായിസം ഒക്കെ വർദ്ധിച്ചത്. മൊബൈലിന്റെ ഒരു വരവേ. മൊബൈലേ 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 നിൻവരവാലേ, മൊബൈലിൽ 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 വിളിപതിവാലേ. പണമാകെ ചോരുകയായി വന്നല്ലോ മുട്ടംബില്ലി, പണമാകെ തീരുകയായി തന്നല്ലോ മുട്ടംബില്ലി. മൊബൈലേ നിൻവരവാലേ, മൊബൈലേ നിൻ ചതിയാലേ, മൊബൈലേ നിൻവരവാലേ, മൊബൈലേ നിൻ ചതിയാലേ. മൊബൈലേ 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 നിൻവരവാലേ. അപ്പൊ നമ്മുടെ പണി തുടങ്ങാം. അല്ല, നേതാവ് എന്താ ആലോചിക്കുന്നേ? അല്ല, അമേരിക്ക, ലണ്ടൻ, ജർമ്മനി, ഇറ്റലി, ഗൾഫ് തുടങ്ങി എല്ലാ സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥലം ഏതാണെന്നൊരു പിടി കിട്ടുന്നില്ലല്ലോ. എന്റെ പൊന്നു നേതാവേ, ഇതാണ് നേതാവ് ജയിച്ച മണ്ഡലം. എങ്കിൽ പിരിവെടുത്തേ. പിരിവ് 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 രാഷ്ട്രീയ പിരിവ് പിരിവ് ബക്കറ്റുമായിട്ട് നടന്ന് തോന്നിയാസ പിരിവ്. പിരിവ് 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 രാഷ്ട്രീയ പിരിവ് പിരിവ് ബക്കറ്റുമായിട്ട് നടന്ന് തോന്നിയാസ പിരിവ്. പണ്ട് ഗുജറാത്തിൽ ഭൂകമ്പം വന്നതിനും പിരിവ്. എന്റെയോ കാലം കുറയായി എന്നിട്ടും തീർന്നിട്ടില്ല പിരിവ്. അല്ല, നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഞാനൊരു ഫോറിനറാ എന്ന് പറഞ്ഞാൽ ഒരു വിദേശി. വിദേശിയാ? എന്നിട്ട് നിങ്ങൾ എന്താ മലയാളം സംസാരിക്കുന്നത്? ഞാനൊരു മലയാളിയാണ്. 30 വർഷമായി ഞാൻ വിദേശത്താ. പല പല രാജ്യങ്ങൾ ചുറ്റിക്കറങ്ങുകയും ജോലി ചെയ്യുകയും ചെയ്തു. എനിക്കിപ്പോ ഈ വിദേശം അങ്ങ് മടുത്തു. അങ്ങനെ വീണ്ടും ഞാൻ ജനിച്ചു വളർന്ന എന്റെ കൊച്ചു കേരളത്തിൽ എത്തിയിരിക്കുകയാണ്. ഇനി നാട് മുഴുവൻ എനിക്കൊന്ന് ചുറ്റി നടന്ന് കാണണം. എന്റെ പൊന്നു മലയാളി സാഹിബേ, ചുറ്റി നടന്ന് കാണാനും മാത്രം ഇവിടെ ഒന്നും ഇല്ല. കേരള നാടൊന്നു കാണണം ചേട്ടാ, കേരള നാടൊന്നു കാണണം ചേട്ടാ. ഇവിടത്തെ ഹിസ്റ്ററി കേൾക്കണം ചേട്ടാ, ഇവിടത്തെ ഹിസ്റ്ററി കേൾക്കണം ചേട്ടാ. പണ്ടൊരു രാമൻ മഴുവെറിഞ്ഞൊപ്പിച്ച കേരളം ഇന്നൊന്ന് കാണണം ചേട്ടാ, പണ്ടൊരു രാമൻ മഴുവെറിഞ്ഞൊപ്പിച്ച കേരളം ഇന്നൊന്ന് കാണണം ചേട്ടാ. നാടു കാണാ പോരണില്ലേ കടലുകൾ തട്ടിയണഞ്ഞവരെ വന്നവരെ. പെട്രോളിൻ വില കൂടിയതു കേട്ടു ഉടനെ ഹർത്താല്. കരിമണൽ വാരിയെറിഞ്ഞു നടത്തണ കൂത്തുകൾ കാണാനോ.
കയറി കരയണ കാണാം, അവസാനം കയറിൽ തൂങ്ങണ കാണാം, ചില്ലിന് മൂടി മറച്ചൊരു വണ്ടിയിൽ പെണ്ണിനെ വിൽക്കാൻ പോണത് കാണാം. ദൈവത്തിന്റെ